ഓക്കെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷബീർ ഷംസുദ്ദീൻ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ബിസിനസ്സാണ് എൻ്റെ കരിയർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കോച്ച് എന്ന നിലയ്ക്കും അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് കോച്ച് എന്ന നിലയ്ക്കും ഇപ്പോൾ ചെറുതായിട്ട് നമ്മൾ വർക്കിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇതിലേക്ക് ഇപ്പോൾ വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നമ്മളുള്ളത്. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് പൂർത്തിയാക്കിയവരാണ് നമ്മുടെ ഇതിൽ അവതാരകരായിട്ട് എത്തുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് വരാനുള്ള എൻ്റെ കാര്യങ്ങൾ പറയാം. ഒരു പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒരു ട്രെയിനിങ്ങിൽ വെച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റിയാസ് ഈ വിംബിളിനെ കുറിച്ചിട്ട് പറയുന്നത്. അങ്ങനെ വിംബിളിൽ വന്ന് ചേർന്നു. വിംബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫൈസൽ സാറിന്റെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു പ്രൊഫഷണൽ ട്രെയിനറിന് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് അവതരിപ്പിച്ച് നമുക്ക് പഠിപ്പിക്കാൻ സാധിച്ചു. അതിന്റെ ഫലമായിട്ട് ഇപ്പോ നമുക്കൊരു വേദി വിംബിളിൽ തന്നെ ഞാൻ പബ്ലിക് സ്പീക്കിംഗ് കോച്ചായിട്ട് കുട്ടികളിൽ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ രണ്ടാമത്തെ സെക്ഷൻ നെക്സ്റ്റ് സൺഡേ നടന്നുകൊണ്ടിരിക്കും, ഇൻഷാല്ല നടക്കും. പിന്നെ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എടുക്കാൻ പോകുന്നത് അഭിരാം സാറാണ്. ഇൻഷുറൻസ് മേഖലയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിസൈനർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ഫെയ്റ്റ് ഇതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതില് സഹകരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. സെഷൻ എടുക്കുന്ന അഭിരാം സാറിനെ വെൽക്കം ചെയ്തുകൊണ്ട് സ്വാഗതം. നന്ദി. താങ്ക് യു സർ. താങ്ക് യു ഫോർ ഇൻട്രൊഡക്ഷൻ. താങ്ക് യു. വളരെ നന്നായിരുന്നു. ഗുഡ് ഈവനിങ് ആൾ. എൻ്റെ പേര് അഭിരാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഷബീർ സാർ പറഞ്ഞ പോലെ ദ ഫേറ്റ്, വിധി, ഫലവിധി എന്നൊക്കെ നമ്മൾ പറയും. അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ നമ്മൾ മിക്ക ആളുകളും എല്ലാം വിധിയാണെന്ന് കരുതി നമ്മുടെ സ്വന്തം ശക്തിയും കഴിവും ഒന്നും തിരിച്ചറിയാതെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മിക്ക ആളുകൾ. നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒന്ന് തളർന്നു പോയാൽ അല്ലെങ്കിൽ തോറ്റുപോയാൽ മറ്റുള്ളവർ നമ്മളെ നോക്കി പറയും, ഓ ഇതാണ് അവന്റെ വിധി, ഇങ്ങനെ ജീവിക്കാനാണ് വിധി. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല, ഈ വിധി അനുഭവിക്കുക തന്നെ വേണം എന്നൊക്കെ പലരും നമ്മെ നോക്കി പറയും. എന്നാൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്നവർ നമുക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ വിജയിച്ചു നിന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് അവർ പറഞ്ഞായിരുന്നു ഇതാണ് നമ്മുടെ വിധി, ഇങ്ങനെ ജീവിതത്തിൽ വിജയം കൈവരിക്കുക എന്നതാണ് നമ്മളെ വിധി എന്ന് ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ആരാണിവർ? നമ്മളെ വിധി ഇതാണ് എന്ന് പറയാൻ ആരാണിവർ? ആർക്കാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? നമ്മുടെ വിധി നിർണയിക്കുന്നത് നമ്മൾ തന്നെയാണ്. അത് ആദ്യം മനസ്സിലാക്കണം. പലരും പറയാറുണ്ട് ഇത് വിധിയാണ്, ഇങ്ങനെ നടക്കത്തുള്ളൂ. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ വിധി നമ്മളെ നിയന്ത്രിക്കുന്നതാണോ അതോ നമുക്ക് ഈ വിധിയെ നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്നൊക്കെ എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ഓപ്പൺ ആയിട്ട് പറയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഈ വിധി നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഹലോ ഹലോ സാർ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പോൾ ഈ വിധി എന്ന് പറയുന്ന ഈ ഫെയ്ത്ത്, വിധി, ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇപ്പൊ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും വിധിയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട് പല വിധികളും നമ്മളിലേക്ക് എത്തിച്ചേരും എന്ന് വിശ്വസിക്കുന്നുണ്ട്. വെരി ഗുഡ് സർ, ഫാന്റാസ്റ്റിക്. വളരെ നല്ലൊരു ഉത്തരവാണ് സർ. അതെ, അതാണ് ഞാൻ പറയാൻ വന്നത്. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മളെ വിധി നിർണ്ണയിക്കുന്നത്. ഞാൻ അത് ഒരു കഥ പറയാം, നിങ്ങളോട് ഒരു കഥ പറയാം. അതെ, ഒരു രാജ്യത്ത് വിചിത്രമായൊരു നിയമം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ രാജ്യത്ത് ഓരോ വർഷവും പുതിയ രാജാവാണ്. എന്ന് പറഞ്ഞാൽ വരുന്ന രാജാവിന് ഒരു വർഷം മാത്രം ഭരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞാൽ ഈ രാജ്യത്തെ നാട്ടുകാർ ഈ രാജ്യത്തിനപ്പുറത്തൊരു ദ്വീപുണ്ട്, അവിടെ കൊണ്ടുവിടും. എന്ന് വെച്ചാൽ ഓരോ വർഷവും ഭരണം പൂർത്തിയാക്കി കഴിയുമ്പോൾ ഈ രാജാക്കന്മാരെ അവർ ആ ദ്വീപിൽ കൊണ്ടുവിടും.
ഈ ദ്വീപ് എന്ന് പറയുന്നത് കൊടും വനമാണ്, വന്യമൃഗങ്ങളെല്ലാം ഉള്ള കൊടും വനം. അപ്പൊ അതിന്റെ കാര്യം അറിയാലോ, അവിടെ കൊണ്ട് വിടും, ആ രാജാവിന്റെ കാര്യം കഴിയും. കാരണം മരിക്കും, ഉറപ്പാണ്. കാരണം അവിടെ വന്യജീവികളുടെ ശല്യമുള്ള കാടാണ്. അപ്പൊ എന്തായാലും മരിക്കും. അപ്പം ഇങ്ങനെ വരുന്ന ഓരോ രാജാവും ഒരു വർഷം കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. കാരണം ഒരു വർഷം അവർ ഭരണത്തിൽ വരുമ്പോഴേ അവർക്കറിയാം മരിക്കും എന്നുള്ളത്. അപ്പം അവർ ഈ ഭരണത്തിൽ കയറുമ്പോൾ ആദ്യം വിചാരിക്കുന്ന ഇതാ, അയ്യോ ഞാൻ ഒരു വർഷം കഴിയുമ്പോൾ എന്തായാലും ഭരണം ഒഴിയണമല്ലോ, അപ്പോൾ എന്തായാലും കാട്ടി പോകണം, ഞാൻ മരിക്കും എന്ന സങ്കടത്തോടെയാണ് വരുന്നത്, ഭരിക്കുന്നത്. പോകേണ്ട സമയം പോകുമ്പോൾ കരഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. നാട്ടുകാരുടെ കരഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ആ ദ്വീപിലേക്ക് പോകുന്നത്. അങ്ങനെ ഓരോ വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഒരു വർഷം ഒരു രാജാവ് വന്നു അവരുടെ ഭരണത്തിൽ. അപ്പൊ അദ്ദേഹം ഇത്തിരി ബുദ്ധിമാനായിരുന്നു. അപ്പൊ അദ്ദേഹം ഭരണത്തിൽ കയറി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ, അല്ല ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ, ഭരണത്തിൽ കയറി 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാരോട് പറഞ്ഞു, എനിക്ക് ആ ദ്വീപ് ഒന്ന് കാണണം. നിങ്ങൾ പറഞ്ഞല്ലോ ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ ഒരു ദ്വീപ്, ഈ രാജാക്കന്മാരെ ഒരു ദ്വീപിൽ കൊണ്ടുവിടും. അപ്പോൾ എനിക്ക് ആ ദ്വീപ് ഒന്ന് കാണണം, ഒന്ന് കാണിച്ചു. അപ്പൊ ഈ പണ്ഡിതന്മാർ ഈ രാജാവിനെ കൊണ്ട് ദ്വീപിൽ പോയി. അപ്പൊ രാജാവ് ആ ദ്വീപ് മൊത്തം ഒന്ന് പരിശോധിച്ചു. അപ്പൊ അദ്ദേഹം ഈ ഉൾക്കാട്ടിലേക്ക് പോയപ്പോൾ മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാർ അസ്ഥിയും മറ്റും തലയോട്ടികളെല്ലാം കണ്ടു. അപ്പൊ രാജാവിന് മനസ്സിലായി, എന്തായാലും എന്റെ സ്ഥിതി ഇതാണ് എന്ന് വെച്ചാൽ വിധി. രാജാവ് മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാരെ വിധി മരിക്കുക, ഒരു വർഷം കഴിഞ്ഞാൽ മരിക്കുക എന്നാണ്. അപ്പൊ എന്റെ വിധി ഇതായിരിക്കും എന്ന് രാജാവിന് മനസ്സിലായി. പക്ഷെ ആ ബുദ്ധിമാനായ രാജാവ് അവിടെ കൊണ്ട് നിർത്തിയില്ല. തിരിച്ച് കൊട്ടാരത്തിലെത്തി 5 പ്രശസ്തരായ പണിക്കാരെ, ശില്പികളെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു ദ്വീപുണ്ട്, ഞാൻ നിങ്ങളെ അവിടേക്ക് അയക്കുകയാണ്. വേറെ ആരോടും പറഞ്ഞില്ല, ഇതൊരു കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചുകൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ ഈ ദ്വീപിലേക്ക് അയക്കുകയാണ്. ഞാൻ ഓരോ മാസവും നേരിട്ട് വന്ന് ഈ ദ്വീപിൽ സന്ദർശനം നടത്തും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുക. അവരും അത് സമ്മതിച്ചു. അവരെ ആ ദ്വീപിലേക്ക് അയച്ചു. ആ ദ്വീപിൽ ആദ്യം അവരുടെ അടുത്ത് ആ വനം, ആവശ്യമില്ലാത്ത ഈ കാടെല്ലാം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അതവർ ചെയ്തു. അനാവശ്യമായിട്ടുള്ള ചെടികളും മരങ്ങളെല്ലാം മാറ്റണമെന്ന് പറഞ്ഞു, അതും അവർ ചെയ്തു. വന്യമൃഗങ്ങളെല്ലാം വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു. ആ ദ്വീപിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക, അത് അവർ ചെയ്തു. അപ്പൊ രാജാവ് ഇത് മാസം മാസം നോക്കി സന്ദർശിച്ച് ഉറപ്പുവരുത്തി. അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞു. ഈ രാജാവിന്റെ ഭരണകാലാവധി കഴിഞ്ഞു. അപ്പൊ നാട്ടുകാരെല്ലാം ഇദ്ദേഹത്തെ ദ്വീപിൽ കൊണ്ടുപോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ രാജാവ് വരുമ്പോൾ എല്ലാവരും വിചാരിച്ചത് പഴയ രാജാക്കന്മാരെ പോലെ കരഞ്ഞുകൊണ്ടായിരിക്കും രാജാവ് വരുന്നതെന്ന്. ഭയങ്കര സങ്കടത്തിൽ, അയ്യോ എന്റെ ഭരണം കഴിഞ്ഞല്ലോ എന്ന് കരഞ്ഞു. പക്ഷെ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഈ രാജാവ് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. വളരെ സന്തോഷത്തിലാണ് അങ്ങ് വരുന്നത്. അപ്പം ഈ നാട്ടുകാരെല്ലാം അങ്ങ് അന്തം വിട്ടുപോയി. രാജാവ് എന്താ ഇത്രയും സന്തോഷം? സാധാരണ എല്ലാവരും കരഞ്ഞുകൊണ്ടാണല്ലോ പോകുന്നത്. എന്താ വെച്ചാൽ അവരുടെ മനസ്സിൽ ഇതാണല്ലോ. അപ്പൊ രാജാവ് കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. അപ്പൊ ഇവര് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പൊ അതിലൊരാൾ ചോദിച്ചു, രാജാവ് എന്താ ഇത്ര സന്തോഷം? സാധാരണ എല്ലാവരും ഈ പിരിഞ്ഞു പോകുമ്പോൾ വളരെ കരഞ്ഞുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പൊ രാജാവ് പറഞ്ഞു, അതിന്റെ കാര്യം അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അദ്ദേഹത്തെ നാട്ടുകാരെല്ലാം കൂടെ കപ്പലിൽ കയറ്റി നേരെ ആ ദ്വീപിലേക്ക് കൊണ്ടിറക്കി. ഈ ദ്വീപിലെത്തിയ നാട്ടുകാർ അന്തം വിട്ടു. കാരണം അതിപ്പോ അവിടുത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ ദ്വീപ് എന്ന് പറയുന്നത്. കാരണം അവിടെ ഗാർഡൻ, പാർക്ക്, താമസിക്കാനുള്ള സൗകര്യം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഫുൾ ടൂറിസ്റ്റ് ആണ്. ഇപ്പൊ അത് വാസയോഗ്യത്തിന് പറ്റിയ സ്ഥലം. എവരെ രാജ്യത്തിനേക്കാളും എത്രയോ ഇരട്ടി ഡെവലപ്മെന്റ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ രാജാവ് അവിടെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ ഇനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്, എന്റെ ജീവിതകാലം മൊത്തം ഞാൻ ഇനി ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കും എന്ന് പറഞ്ഞു. ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? വേണമെങ്കിൽ ഈ രാജാവിന് ജീവിക്കാമായിരുന്നു. ഇതെന്റെ വിധിയാണ്, ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ മരിക്കണം എന്ന വിധിയിൽ ജീവിക്കാമായിരുന്നു, മറ്റു രാജാക്കന്മാർ ജീവിച്ച പോലെ. പക്ഷെ ഈ രാജാവ് അങ്ങനെ ആയിരുന്നില്ല. രാജാവ് ചിന്തിച്ചത്, ഇതെങ്ങനെ എനിക്ക് മാറ്റി എഴുതാം, ഈ വിധി എങ്ങനെ മാറ്റി നമുക്ക് വേറൊരു രീതിയിൽ ജീവിക്കാം എന്നൊരു രീതിയിലാണ് രാജാവ് ചിന്തിച്ചത്. അല്ലേ? ശരിയല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അതെ. അങ്ങനെയാണ് ഈ രാജാവ്, അതെ, രാജാവ് വിധി മാറ്റി എഴുതി. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഈ വിധി എന്ന് പറഞ്ഞത് മാറ്റി എഴുതാൻ സാധിക്കും. പലരും പറയുന്നത് നമുക്ക് ഈ വിധി മാറ്റാൻ സാധിക്കില്ല, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. തെറ്റാണ്. വിധി മാറ്റി എഴുതാൻ സാധിക്കും. വി കനോട്ട് കൺട്രോൾ വാട്ട് ഹാപ്പൻസ്, ബട്ട് വി കൻ കൺട്രോൾ ഹൗ വി റെസ്പോണ്ട്. ജീവിതത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും ഒരുപക്ഷെ നമുക്കത് നിയന്ത്രിക്കാനാവില്ല, ശരിയെന്ന് വയ്ക്കാം. പക്ഷെ നമ്മൾ അതിനോട് നടത്തുന്ന പ്രതികരണം, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ശരിയല്ലേ? ആ പ്രതികരണമാണ് നമുക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് നമ്മൾ വിധി എങ്ങനെയാകണം എന്ന് നിർണ്ണയിക്കുന്നത്.
കറക്റ്റ് അല്ലേ? കറക്റ്റ് സർ. തീർച്ചയായിട്ടും. ഇനി ഫെയ്ത്ത്, ഈ ഫെയ്ത്തിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഫെയ്ത്ത് അതിൽ FATE, എഫ് ഫോക്കസ്. നമ്മൾ ഏത് കാര്യത്തിലാണ് ശ്രദ്ധ കൊടുക്കുന്നു എന്നതാണ് ഈ വിധിയുടെ ദിശ. ഇപ്പൊ നമ്മൾ ട്രെയിനേഴ്സ് കോഴ്സ് പഠിച്ചു, നമുക്കൊരു നിശ്ചയ മാർക്കറ്റ് വേണം, അതിൽ നമ്മൾ വർക്ക് ചെയ്യണം, അതിൽ ട്രെയിനേഴ്സ് ആവണം. അപ്പൊ ഇതിൽ F ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. നിശ്ചയ മാർക്കറ്റ് നമ്മൾ എത്ര ശ്രദ്ധ കൊടുക്കുന്നോ അതിനനുസരിച്ച് വിധി ആ ദിശയിലേക്ക് തിരിയും. അതാണ് F ഫോക്കസ്. അടുത്ത് വരുന്നത് A ആക്ഷൻ. നിശ്ചയ മാർക്കറ്റ് സെലക്ട് ചെയ്ത് അതിൽ ശ്രദ്ധ കൊടുത്താൽ മാത്രം പോരാ, അതിൽ പ്രവർത്തനങ്ങൾ നടത്തണം. നമുക്ക് എന്തൊക്കെ ചെയ്യാനാകുമോ, ഇപ്പൊ നമുക്കൊരു ട്രെയിനർ ആവണം, ആ നിഷ് മാർക്കറ്റിൽ നമുക്ക് എക്സ്പേർട്ട് ആവണം, അതിന് എന്തൊക്കെ ചെയ്യണം അത് നമ്മൾ പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ ഈ വിധി മുന്നോട്ട് പോകത്തുള്ളൂ. അടുത്ത് വരുന്നത് T തോട്ട്സ്, ചിന്തകൾ, ആവർത്തന ചിന്തകൾ. നമ്മൾ ആവർത്തിച്ച് ഇപ്പൊ നമ്മൾ നിഷ് മാർക്കറ്റ് സെലക്ട് ചെയ്തു, അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു, അവിടെ വെച്ച് നിർത്തരുത്, വീണ്ടും ചിന്തിക്കുക ഇതിനപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം, ഇത് എങ്ങനെ വളർത്താം, നമുക്കെങ്ങനെ ഒരു ബ്രാൻഡായിട്ട് വളരാം. അങ്ങനത്തെ ആവർത്തന ചിന്തകളാണ് ഫലത്തിന്റെ വിത്തുകൾ പാകുന്നത്. അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ്, ഈ എനർജി. എനർജി എന്ന് പറയുമ്പോൾ മനഃശക്തി, മനസ്സിന്റെ ശക്തി, അതാണ് ഈ വിധിയുടെ ഇന്ധനം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഫെയ്ത്ത് is equal to focus plus action plus thoughts plus energy. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? ഓക്കെ, താങ്ക് യു. ഇപ്പൊ സാധാരണ മനുഷ്യർ വിചാരിക്കുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വിധിയാണ് എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെ ജീവിതത്തിലെല്ലാം സംഭവിക്കുന്നതെല്ലാം വിധിയാണ് എന്നിരിക്കട്ടെ, പിന്നെ നമ്മൾ എന്തിനാണ് ശ്രമിക്കുന്നത്? നമ്മൾ വിജയത്തിനായിട്ട് ശ്രമിക്കാറില്ലേ? ഇപ്പൊ ജോലിയിലുള്ള ഒരാൾ പ്രൊമോഷനായി ശ്രമിക്കാറുണ്ട്, ബിസിനസ് ചെയ്യുന്ന ഒരാൾ കൂടുതൽ വളരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതെല്ലാം വിധിയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു ശ്രമിക്കണം? ഒന്നും ശ്രമിക്കണ്ടല്ലോ, വെറുതെ ഇരുന്നാൽ പോരെ, വിധി പോലെ വരട്ടെ എന്ന് കരുതി ഇരുന്നാൽ പോരെ. അവിടെ തന്നെ നമുക്ക് മനസ്സിലാകും ഈ വിധി എന്നുള്ളത് വെറുതെ സംഭവിക്കുന്നതല്ല, അത് നമ്മുടെ ചിന്തകളും പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ചേർന്ന് വരുന്നതാണ് വിധി എന്ന് പറയുന്നത്. നിങ്ങളോട് ചോദ്യം ചോദിക്കാം, എല്ലാവരും ഒന്ന് പറയണേ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സംഭവം പറയും, നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവം, നിങ്ങൾ വിധിയാണെന്ന് മുദ്ര കുത്തിയ ഒരു സംഭവം. എന്തുകൊണ്ടാണ് അത് വിധിയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നതും വിചാരിക്കുന്നതും അതും കൂടെ ഒന്ന് പറയണം. പറയൂ പ്ലീസ്. അനസ് സാർ. വിധിയാണെന്ന് മുദ്ര കുത്തിയെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് പലതും എനിക്ക് വിധിയാണെന്ന് മുദ്ര കുത്തേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്ന് എൻ്റെ ജോലി. ഒരു 11 വർഷം ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തു. അപ്പൊ അത്രയും നാൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് ഞാൻ ആ 11 വർഷത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കി. വെരി ഗുഡ്. താങ്ക് യു സർ. ഉണ്ടായിരുന്നു എന്ന് തോന്നി. അതാ മനസ്സിലായി. അതെ സർ, താങ്ക് യു. അതെ, അതാണ് ഞാനും പറഞ്ഞു വന്നത്. ഇപ്പോ നമുക്ക് ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ, ഒന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ, ആ സമയത്തൊന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ, അതിനനുസരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ വിധിയൊന്ന് മാറ്റി എഴുതാമായിരുന്നല്ലോ എന്നിപ്പോ തോന്നുന്നില്ലേ? ആ സമയത്ത് നമ്മളിപ്പം ഈ പറഞ്ഞ ഇത്രയും വർഷം കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല, ആ സമയത്ത് നമുക്കൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഒന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ. ഉറപ്പായിട്ടും. കാരണം ഒരു ഉദാഹരണം പറയാം. ഒരു രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിൽ രണ്ടുപേര് ഭയങ്കര ചങ്കുകളെന്ന് തന്നെ പറയാം. അവരിടയ്ക്ക് വെച്ച് പിരിയാണ്, അടികൂടി, എന്തോ ഒരു ചെറിയ കാര്യത്തിന് അടികൂടി പിരിയാണ്. അപ്പോൾ അതിലൊരു സുഹൃത്ത് പറയുന്നത്, അത് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് പോകത്തില്ല, അത് വിധിയാണ്, പിരിയാനുള്ള ഒരു വിധി, നമ്മൾ പിരിയുക എന്നതാണ് വിധി. പക്ഷെ ഈ സുഹൃത്ത് തന്നെ ഒരു 10 വർഷം കഴിയുമ്പോൾ ആലോചിക്കുകയാണ്, ഞാൻ അന്ന് അവനോടൊരു സോറി പറഞ്ഞിരുന്നെങ്കിൽ, തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളുവായിരുന്നു. അല്ലെങ്കിൽ അന്നത്തെ അവന്റെ പിറന്നാൾ ദിനത്തിൽ ഒരു സമാനമായി അവന്റെ വീട്ടിൽ ചെന്നിരുന്നെങ്കിൽ അവനൊന്ന് ആലിംഗനം ചെയ്തൊന്ന് കരഞ്ഞേനെ. പിന്നീട് ചിന്തിക്കും. നമ്മുടെ എല്ലാവരും, ഇപ്പൊ എന്റെ അടക്കം എല്ലാവരും ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഇതൊക്കെ. കാരണം നമ്മൾ പിന്നീട് ചിന്തിക്കും, നമ്മൾ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വേറെ ഒന്നും ആകുമായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. സീസറിന്റെ ഒരു കഥയുണ്ട്. സീസർ റോമാ സാമ്രാജ്യം
വലുതാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു രാജ്യവുമായി യുദ്ധത്തിന് പോവുകയാണ്. പക്ഷെ കപ്പൽ വഴി കടൽ കടന്ന് ആ രാജ്യത്ത് എത്തുമ്പോഴാണ് സീസർ മനസ്സിലാക്കുന്നത് ആ രാജ്യത്ത് തന്റെ പടയേക്കാളും എത്രയോ ഇരട്ടി പടയും സാങ്കേതിക വിദ്യകളും ഉണ്ട്. അതുകൊണ്ട് തോൽക്കാൻ അദ്ദേഹത്തിന്റെ ഭടന്മാർ പറഞ്ഞു, നമ്മൾ ഈ യുദ്ധം തോൽക്കും, ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല, തോൽക്കും. അപ്പോൾ അന്ന് സീസർ പറഞ്ഞത് കാര്യമുണ്ട്. ഭടന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആ വന്ന കപ്പൽ മൊത്തം കത്തിക്കും. അവർ അന്തം വിട്ടു. കപ്പൽ പിന്നെ തിരിച്ചു പോകും? തിരിച്ചു പോകണ്ട, നിങ്ങളത് കത്തിക്കും. ഇന്നത്തെ നമ്മുടെ വിധി എന്ന് പറയുന്നത്, നമ്മൾ യുദ്ധം ചെയ്യുക, നമ്മൾ വിജയിക്കും, വിജയിച്ചിട്ട് അവരുടെ കൊട്ടാരത്തിലെ കപ്പലുമായി തിരിച്ചു പോകും. അതാണ് നമ്മുടെ വിധി. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബവുമായി സന്തോഷമായി ജീവിക്കണോ, നിങ്ങൾക്ക് കൂടുതൽ സുന്ദരമായി ജീവിക്കണം, അതിന് ഞാൻ സഹായിക്കാം. പക്ഷെ ഇന്ന് ഈ യുദ്ധം ജയിച്ചിരിക്കണം. നമ്മുടെ വിധി ഈ യുദ്ധം ജയിക്കുക എന്നതാണ്. ഏത് വിധേനയും ജയിക്കുക എന്നുള്ളതാണ്. ഇത് കേട്ട ഭടന്മാർ ആവേശഭരിതരായി അവരവരുടെ വലിപ്പം, മറ്റ് രാജ്യത്തിന്റെ വലിപ്പമോ സന്നാഹങ്ങളോ ഒന്നും നോക്കിയില്ല, ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തു. അവസാനം ആ യുദ്ധം ജയിച്ചു എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കും, ഇവിടെ യുദ്ധം തോൽക്കുമെന്ന് വിധി എഴുതി നിന്നവരെ ഒരു നിമിഷം കൊണ്ടാണ് അദ്ദേഹം യുദ്ധം ജയിക്കും എന്നൊരു വിധി അവർക്ക് കൊടുത്ത് അതിൽ അവർ വിജയിച്ചത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് ഇതുപോലെ മാറ്റിയത്. ഞാൻ പറഞ്ഞല്ലോ, പ്രവർത്തനങ്ങൾ, ചിന്തകൾ, പ്രതികരണങ്ങൾ കൊണ്ടുവരുന്നത് വഴി നമുക്കതിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇവിടെ 3 എലമെന്റ്സ് പറയുന്നുണ്ട്. 3 എലമെന്റ്സ് ഓഫ് ഫേത്ത്, വിധി. അതിൽ ആദ്യം പറയുന്നത് ചോയ്സ്, തിരഞ്ഞെടുപ്പ്. നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിരിക്കുന്നത്, ചോയ്സ് ഇരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു. അടുത്ത് വരുന്നത് ആക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെയാണ് ആക്ഷൻ. നമ്മൾ എടുത്ത ഈ തീരുമാനങ്ങൾ എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളതാണ് അടുത്തത് ആക്ഷൻ വരുന്നത്. മൂന്നാമത് വരുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിലീഫ്. നമ്മൾ നമ്മളിൽ വിശ്വസിക്കുന്നുണ്ടോ, അതോ നമ്മൾ ഭയപ്പെട്ട് മാറി നിൽക്കുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാൻ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഭയപ്പെട്ട് മാറി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ബിലീഫിൽ വരുന്നത്. നമ്മുടെ വിധി മാറുന്നത് നമ്മുടെ ചിന്തകളുടെ ദിശ മാറുമ്പോഴാണ്. Fate is not written in the stars or in our heads. It is written in our decisions. വിധി എന്നത് പണ്ട് പല ആൾക്കാരും പറയും, അത് നക്ഷത്രങ്ങളിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയും. വിധി നക്ഷത്രങ്ങളിൽ എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയും. അല്ല, തെറ്റാണ്. വിധി എഴുതിയിരിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളിലാണ്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിലാണ്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് വിധി നിർണ്ണയിക്കപ്പെടുന്നത്. ന്യൂറോ സയൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ബ്രെയിനിനെ കുറിച്ചുള്ള സയൻസ്, ന്യൂറോ സയൻസിൽ പറയുന്നത് ബ്രെയിൻ റീവയേഴ്സ് ബേസ്ഡ് ഓൺ റിപ്പീറ്റഡ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ്. നമ്മുടെ ചിന്തകൾ ആവർത്തിച്ച് വരുമ്പോൾ, ഈ ആവർത്തന ചിന്തകൾ കാരണം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതനുസരിച്ചാണ് ബ്രെയിൻ റീവയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ തോൽക്കും എന്ന് ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്താൽ നമ്മൾ തോൽക്കുക തന്നെ ചെയ്യും. പക്ഷെ മറിച്ച് വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ആവർത്തിച്ച് ചിന്തിച്ച് നമ്മളൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മൾ ഈ ചിന്തകൾ ആവർത്തിച്ച് ചിന്തിച്ച് അതിന് ആവർത്തനമായ പ്രവർത്തനം കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ന്യൂറോ പാറ്റേൺസ് ക്രിയേറ്റ് ആവുകയാണ്, ഒരു ന്യൂറോ കണക്ഷൻസ് ബ്രെയിനിൽ. പക്ഷെ ഈ ന്യൂറോ പാറ്റേൺസ് എന്ന് പറയുന്നത് നമുക്ക് 1-2 ദിവസം കൊണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് നമ്മൾ ബ്രെയിൻ ഒരു തിയറി പറയുന്നുണ്ട്, ഈ 20, 21, 30, 60, 75, 90 ഡേയ്സ് ബെഞ്ച് മാർക്ക്. കാരണം 21 ദിവസം, 30 ദിവസം, 60 ദിവസം, 75 ദിവസം, 90 ദിവസം. ഈ 21 ഡേയ്സ് എന്ന് പറയുന്നത് ഇനിഷ്യേഷൻ ഫേസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ ശീലം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പം 21 ദിവസം ഈ പുതിയ ശീലം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ബ്രെയിൻ അവിടെ ഒരു പാറ്റേൺ ഐഡന്റിഫൈ ആവും, മനസ്സിലാവും. കാരണം ബ്രെയിനിന് മനസ്സിലാവും, ഇതൊരു പുതിയ ശീലമാണ്, പുതിയൊരു ചിന്തയാണ്, ഇത് നല്ലൊരു ചിന്ത, ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഇനിഷ്യേഷൻ ഫേസ്, 21 ഡേയ്സ്. ഇനി അടുത്ത് വരുന്നത് 30 to 60 ഡേയ്സ്. അതിനെ കൺസോൾട്ടേഷൻ ഫേസ് എന്ന് പറയും. കാരണം ഇതിൽ ഈ ന്യൂറോ കണക്ഷൻ ശക്തമാകും. കാരണം ബ്രെയിൻ നമ്മളോട് ഇങ്ങോട്ട് പറയും ഈ കാര്യം ചെയ്യണം. പക്ഷെ 30 തൊട്ട് 60 ദിവസം കൺസിസ്റ്റന്റ് ബ്രെയിൻ ഇങ്ങോട്ട് നമ്മളോട് പറയും ഈ കാര്യം ഈ സമയത്ത് നിങ്ങൾ ചെയ്യണം. അതാണ് കൺസോൾട്ടേഷൻ ഫേസ്. അടുത്ത് വരുന്നത് 75 to 90 ഡേയ്സ് ആണ്. അതിനെ സ്റ്റെബിലിറ്റി ആൻഡ് ഐഡന്റിറ്റി ഫേസ് എന്ന് പറയും.
ഈ ഫേസിൽ നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ പ്രവർത്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായി മാറും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഐ ഗോ ഫോർ എ വാക്ക്, ആദ്യം പറയാം ഈ 3 ഫേസിന് മുമ്പ് നമ്മൾ പറയാം ഐ ഗോ ഫോർ എ വാക്ക്. ഈ 3 ഫേസ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഐ എം എ പേഴ്സൺ ഹു വാക്സ് ഡെയിലി, ഞാൻ നിത്യവും നടക്കുന്ന ഒരാളാണ് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഇത് ക്ലിയർ ആയോ? ഈ ഒരു തിയറി നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഐഷ മാം, താങ്ക് യു. അപ്പോൾ ഇത് ഷോർട്ട്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 21 ഡേയ്സ് എന്ന് പറയുന്നത് ന്യൂ ഹാബിറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ന്യൂ തോട്ട് ക്രിയേഷൻ ഒക്കെയാണ് 21 ഡേയ്സ് വരുന്നത്. നമ്മൾ ആവറേജ് 66 ഡേയ്സ് 66 ദിവസം ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ പുതിയ ശീലങ്ങൾ നമ്മൾ ആവർത്തിച്ച് 66 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ഓട്ടോമേഷൻ മോഡിൽ പോകും. ഓട്ടോമേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ ഈ 66 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. അവിടെ ബ്രെയിൻ നമ്മളോട് പറയാനോ നമ്മൾ അവിടെ പറയാനോ ഒരു ആവശ്യമില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് അറിയാമല്ലോ, ആദ്യം പഠിക്കുമ്പോഴാണ് നമ്മൾ ഗിയറും ക്ലച്ചും ബ്രേക്കും ഒക്കെ പിടിച്ച് അത് നോക്കിയൊക്കെയാണ് പഠിക്കുന്നത്. പക്ഷെ ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യും, അടുത്തിരിക്കുന്ന ആളോട് സംസാരിച്ചുകൊണ്ട് സേഫ്റ്റി ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യും. അതുപോലെയാണ് അത് ബ്രെയിൻ്റെ ഒരു അതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അതുപോലെയാണ്. നമ്മളൊരു ഈ പറയും പോലെ ഒരുപാട് ദിവസം കൺസിസ്റ്റന്റ് ആയി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമേഷൻ മോഡിപ്പോകും. ഇത് 90 ഡേയ്സിൽ കൂടുതൽ 90 ദിവസത്തിൽ കൂടുതൽ അതായത് 3 മാസത്തിൽ കൂടുതൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് മാറും, നിങ്ങളുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ട് ഇത് മാറും. ഞാനൊരു ആക്ടിവിറ്റി പറയാം, നിങ്ങൾ എല്ലാവരും ചെയ്യണം. ഒരു ആക്ടിവിറ്റി, 2 പേപ്പർ എടുക്കുക. ഈ 2 പേപ്പർ എടുത്തിട്ട് ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ചു, നിങ്ങൾ വിധിയാണെന്ന് കരുതി നല്ല കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും വിധിയാണെന്ന് കരുതി നിങ്ങൾ ഇരുന്ന ഒരു സംഭവം അത് ഒരു പേപ്പറിൽ ലിസ്റ്റ് ചെയ്ത് തരിക. അതിന് നേരെ മറ്റൊരു പേപ്പർ വെച്ചിട്ട് നിങ്ങൾ അന്ന് ചിന്തിച്ചത് എങ്ങനെയാണ്, അതിൽ ഓരോ സംഭവത്തിന്റെ നേർക്കും നിങ്ങൾ അന്ന് എങ്ങനെയാണ് ചിന്തിച്ചത്, പക്ഷെ ഇതിന് എങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാമായിരുന്നു പ്രവർത്തിക്കാമായിരുന്നു എന്നൊന്ന് എഴുതി നോക്കുക. ഇത് എഴുതുമ്പോൾ നമുക്കൊരു ഇൻസൈറ്റ് കിട്ടും, എന്താണ് എങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചർ ഭാവിയിൽ നമുക്ക് അങ്ങോട്ട് എങ്ങനെ ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം എന്നതിലൊരു ഒരു ഇൻസൈറ്റ് കിട്ടും, നമുക്ക് നല്ലൊരു ഇൻസൈറ്റ് ലഭിക്കും. ഇതിൽ നിന്ന് കുറച്ച് വ്യക്തിത്വങ്ങളെ കൂടെ പരിചയപ്പെടാം. ആദ്യമായി പറയുന്നത് നിക് വൂയിചെച്ച്, നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 കൈയും കാലും ഇല്ലാതെ ജനിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു ഓസ്ട്രേലിയക്കാരനാണ്. അദ്ദേഹം നിലവിൽ ഇപ്പോൾ ഇന്റർനാഷണൽ മോട്ടിവേഷണൽ സ്പീക്കറാണ്. ലൈഫ് വിത്തൗട്ട് ലിംസ് അതൊരു NGOയുടെ ലീഡറാണ് അദ്ദേഹത്തിന് 2 കൈയും ഇല്ല 2 കാലും ഇല്ല, പക്ഷെ അദ്ദേഹം ഒന്ന് നന്നായിട്ട് നീന്തും. അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അദ്ദേഹം കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ വെളിച്ചം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ 2 കൈയും 2 കാലും ഇല്ലാതെ ജനിച്ചപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ നോക്കി പറഞ്ഞിട്ടുണ്ടാവും, ഓ അവന്റെ വിധി ഇങ്ങനെ ജീവിക്കാനാണ്, ഇനി കൈയും കാലും ഇല്ലാതെ കട്ടിൽ നിന്ന് ജസ്റ്റ് കിടക്കുക, ജസ്റ്റ് ആരെങ്കിലും സഹായിച്ചെന്ന് നടക്കുക, കഴിക്കുക, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകാനാണ് അവന്റെ വിധി എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ അദ്ദേഹം ആ വിധിക്ക് നിന്നു കൊടുത്തില്ല. അതാണ് അദ്ദേഹം ഇന്ന് സക്സസിലേക്ക് എത്തി നിൽക്കുന്നത്. അദ്ദേഹം അന്ന് മറ്റുള്ളവർ പറഞ്ഞ വിധിയിൽ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷെ അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവില്ലായിരുന്നു, അദ്ദേഹത്തിന് നന്നായി നീന്താൻ സാധിക്കില്ലായിരുന്നു. അദ്ദേഹം നല്ലൊരു നീന്തൽ വിദഗ്ധനാണ്. ഈ ഒരു അവസ്ഥയിലും നന്നായിട്ട് നീന്തും. അദ്ദേഹത്തിന് നീന്താൻ സാധിക്കില്ലായിരുന്നു, അദ്ദേഹത്തിന് നല്ലൊരു കുടുംബമോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണത്തില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനെ എല്ലാം മറികടന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ അത് നമുക്കും സാധിക്കും, ഉറപ്പായിട്ടും സാധിക്കും. അടുത്തത് നമ്മുടെ കേരളത്തിലുള്ള തന്നെ ഒരു പെൺകുട്ടിയുടെ കഥയാണ്, ജിലുമോൾ തോമസ്. അതും പലരും കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജിലുമോൾ തോമസ് ഈ ജിലുമോൾ തോമസ് എന്ന പെൺകുട്ടി 2 കൈകളില്ലാതെയാണ് ജനിച്ചത്. 2 കൈകളില്ല, പക്ഷെ 2 കൈകളില്ലെങ്കിലും കാലുകൾ കൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വിദഗ്ധമായി പഠിച്ചു ഈ പെൺകുട്ടി. കാലുകൾ കൊണ്ട് എഴുതാനും ഡിസൈൻ ചെയ്യാനും പടം വരയ്ക്കാനും എല്ലാം വളരെ വിദഗ്ധമായി പഠിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ഒരു ആഗ്രഹം, എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യണം. 2 കൈയില്ല, പക്ഷെ എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യണം, വാഹനം ഓടിക്കണം.
ഈ പെൺകുട്ടി അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടു, നിരന്തരമായി സ്വപ്നം കണ്ടു. എനിക്ക് കാർ ഡ്രൈവ് ചെയ്യണം, മുന്നോട്ട് പോകണം, അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് ഉള്ള സ്വപ്നം കാണുകയാണ്. പക്ഷെ ഈ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തപ്പോൾ അവർ റിജക്ട് ചെയ്തു ആദ്യം. കാരണം 2 കൈകളില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ആ വാഹനം ഓട്ടിക്കുന്നതെന്നാണ് അവർ ചോദിച്ചത്. പക്ഷെ പെൺകുട്ടി അത് വിധിയാണെന്ന് കരുതി ഇരുന്നില്ല. മറ്റുള്ളവർ പറഞ്ഞു, അവളുടെ വിധി, കൈകളില്ല, കാർ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യാം, അത് അവളുടെ വിധി, കൈകളില്ലാതെ പോയല്ലോ, ഇനി പിന്നെ എങ്ങനെ കാർ ഡ്രൈവ് ചെയ്യുന്നത്? വേണമെങ്കിൽ ആ പെൺകുട്ടിക്ക് അത് കേട്ട് വീട്ടിലിരിക്കാൻ പാടില്ല. അതെന്റെ വിധിയാണ്, എനിക്ക് കൈകളില്ല, അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കരുതി വീട്ടിലിരിക്കാൻ പാടില്ല. പക്ഷെ ആ പെൺകുട്ടി അങ്ങനെയല്ല ചെയ്തത്. പെൺകുട്ടി ഒരു വക്കീലിനെ ചെന്ന് കാണുന്നു, കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. 6 വർഷം ഈ കേസിന്റെ പുറകെ നടന്നു, കോടതിയിൽ കേസുമായി നടന്നു. 6 വർഷത്തിന് ശേഷം കോടതി ആ പെൺകുട്ടിക്ക് ലൈസൻസ് അനുവദിച്ചു. തന്റെ കാറിൽ വോയിസ് സിസ്റ്റവും മറ്റ് സാങ്കേതിക വിദ്യകളെല്ലാം വച്ചുകൊണ്ട് ആ പെൺകുട്ടി തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നേടി. ഇന്ന് കാലുകൾ കൊണ്ട് വളരെ ഭംഗിയായി, മനോഹരമായി ആ കുട്ടി വാഹനം ഓടിക്കുന്നു. ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ്, കൈകളില്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ തോമസ്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും, ജിലുമോൾ തോമസ് കാണാം. അതിൽ ജിലുമോൾ തോമസിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൽ കാണാം കാർ ഡ്രൈവ് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നതും വളരെ ഭംഗിയായി ആ കുട്ടി അതെല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആവേശമാണ്, നമുക്കൊരു ഇൻസ്പിറേഷനാണ്. കാരണം നമുക്ക് കൈകളുണ്ട്, കാലുകളുണ്ട്, അവർക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാൻ, ഇതിനേക്കാൾ അപ്പുറം ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കും അപാരമായ കഴിവുകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സ്വന്തം ശക്തികളെയും കഴിവുകളെയും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അടുത്തതായി എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ട്രെയിനേഴ്സിനെയും കുറിച്ചാണ്. നമ്മളെ ജീവിതം തന്നെ നോക്കി നോക്കൂ. നമ്മൾ ഈ ട്രെയിനിങ് കോഴ്സ് വരുമ്പോഴുള്ള ജീവിതം ഒന്ന് നോക്കി നോക്കൂ. നമ്മൾ വിചാരിച്ചു നിന്നു ഒന്ന് ഇങ്ങനെ എത്തുമെന്ന്. ഈ ട്രെയിനേഴ്സ് ടോക്കിൽ പലരും ഈ സംസാരിച്ചിരുന്ന ഈ ട്രെയിനേഴ്സ് ടോക്കിൽ പങ്കെടുത്ത മുഖ്യ അവതാരകരായി വന്ന ആൾക്കാരാണ്. അവർ ചിന്തിച്ചിരുന്നോ ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന്? ഒരു കാലത്ത് ഞാൻ ഉൾപ്പെടെയുള്ളവർ ചിന്തിച്ചിരുന്നു ഇതിനൊന്നും എന്നെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം ആദ്യമൊക്കെ എനിക്ക് ഭയമായിരുന്നു, ഇങ്ങനെ നേരിട്ട് സൂം മീറ്റിങ്ങിൽ വരിക, സംസാരിക്കുക, മറ്റുള്ളവർ എന്ത് കരുതും. പക്ഷെ ഇപ്പോൾ ഞാൻ അതൊന്നും മറികടന്നു. കാരണം ഇത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, മൈ പർപ്പസ്, ഇതെന്റെ പർപ്പസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. ഫൈസൽ സാർ, നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ സാർ, അറിയാം സാറ് ഇങ്ങനെ ഒരു ട്രെയിനിങ് കോഴ്സ് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ, വിംബിൾ അക്കാഡമി തുടങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും അറിയുമായിരുന്നോ സാറിനെ? നമ്മൾ ആരെങ്കിലും ട്രെയിനേഴ്സ് ഒക്കെ ആവുമായിരുന്നു? സാറിനന്ന് സാറ് ജോലിക്കുന്ന സമയത്ത് ഇങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച് പോയാൽ മതി, വിധി പോലെ പോയാൽ മതി എന്ന് ചിന്തിച്ചിരുന്നാൽ നമ്മൾ എല്ലാവരും ഇന്ന് ട്രെയിനറായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ കാണത്തില്ലായിരുന്നു. അതുപോലെ ഈ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഈ സൂം മീറ്റിംഗിൽ ഇരിക്കുന്ന ഓരോ ട്രെയിനേഴ്സ്, നിങ്ങൾ ഈ ട്രെയിനിങ് കോഴ്സിൽ കടന്നു വന്നു, ട്രെയിനിങ് എടുത്തു, വളരെ നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ പല സെക്ഷൻസ് എടുക്കുന്നുണ്ട്, പല ട്രെയിനിങ്സ് എടുക്കുന്നുണ്ട്. മിക്ക ആളുകളും നിങ്ങളെ ട്രെയിനിങ്സിനായിട്ട് കൊതിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ വിധി മാറ്റി എഴുതിയത് കൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നത്, അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിധി എന്ന് പറയുന്നത്, നമ്മൾ വിധി നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ വിധി, തലവിധി, തലവര എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ പറയുകയാണെങ്കിൽ ഞാനൊരു 3 മാസം മുമ്പ് വരെ ഈ പറയും പോലെ വിധിയിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇല്ല, കുറെ കാര്യങ്ങൾ ഈ പറയുമ്പോൾ നമ്മൾ അനസ് സാർ പറഞ്ഞതുപോലെ ഒരുപാട് വർഷം കഴിഞ്ഞ് റിയലൈസ് ചെയ്ത കാര്യങ്ങളുണ്ട്. വർഷം കഴിഞ്ഞ് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, പിന്നെ കുറെയൊക്കെ അങ്ങനെ ആയിരിക്കും പോകേണ്ടത് എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 3 മാസം മുമ്പ് ഞാൻ ചിന്തിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ ട്രെയിനിങ് കോഴ്സിൽ ചേർന്നു. അപ്പൊ എന്തിനാണ് ചേർന്നത്? ഇങ്ങനെ മാറിയിരിക്കാനാണോ ഞാൻ ഇതിലേക്ക് വന്നത്? അപ്പോൾ വിധിയാണെന്ന് കരുതി നമുക്ക് മാറിയിരിക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് ചേരേണ്ട കാര്യമില്ല. അപ്പൊ അന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു എൻ്റെ ഇതുപോലൊരു സെക്ഷനിൽ സംസാരിക്കാൻ, ഇതുപോലെ പല ആൾക്കാരും എൻ്റെ ശബ്ദം കേൾക്കണം, അല്ലെങ്കിൽ എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ അന്ന് ആദ്യം പിന്നീട് ഞാൻ വിചാരിക്കും, അത് നമ്മളെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നുണ്ട്, ഇത് നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഒക്കെ വരുമോ?
ആദ്യം ഫൈസൽ സാറിനെ പരിചയപ്പെടുമ്പോൾ ഞാൻ ചോദിച്ചു അതാണ്, ട്രെയിനിങ് എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അത് എനിക്ക് എത്രത്തോളം അത് ആവാൻ പറ്റുമെന്ന് അറിയാം. സാറിന് എനിക്കൊരു ഉറപ്പ് തന്നു, ഉറപ്പായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഫുൾ സെക്ഷൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ട്രെയിനർ ആവാൻ സാധിക്കും. പിന്നീടുള്ള എൻ്റെ ആ ജേണി ഒരു എന്താ പറയുക, ഒരു അത്ഭുതമായിരുന്നു. അത്ഭുതമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആ സെക്ഷൻസിൽ പല പല വോയിസ് നോട്ട്സ് ഒക്കെ ഇടുമായിരുന്നു. അപ്പോൾ ആ ടാസ്കിന്റെ ഭാഗമായിട്ട് വോയിസ് നോട്ട്സ് ഒക്കെ ഇടുമ്പോൾ പലരും വന്ന് പറയാൻ തുടങ്ങി, നിങ്ങളുടെ വോയിസ് വളരെ നന്നായി. ഇതിലുള്ള പല ട്രെയിനേഴ്സിന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്, എൻ്റെ മാത്രമല്ല, നിങ്ങളെ എല്ലാവരും അനുഭവമാണ്. കാരണം ഞാനൊരു കാര്യം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തു തുടങ്ങിയപ്പോൾ പലരും എന്നെ അഭിനന്ദിച്ചു വന്ന്, നന്നായി സംസാരിക്കുന്നുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്. ഫൈസൽ സാർ അടക്കം. ഇതിൽ ഇന്നുണ്ടായിരുന്ന ജാസ്മിൻ മാമിനെ കുറിച്ചാണെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകൾ കൂടുതലേ ഉള്ളൂ. കാരണം അത്ര പറഞ്ഞാലും തീരത്തില്ല. കാരണം ഞാൻ മടിച്ചു നിന്ന സമയത്ത് ഈ ജാസ്മിൻ മാമാണ് എന്നെ കേട്ടിക്കൊണ്ട് വരുന്നത്. അന്ന് ഞാൻ പറഞ്ഞ വിധി, എന്റെ വിധി ഇങ്ങനെ ജീവിക്കാനാണ് എന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ജാസ്മിൻ മാം ചോദിച്ചൊരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് താങ്കൾ ഈ ട്രെയിനിങ് കോഴ്സ് എടുത്തത്, പിന്നെ എന്തിനാണ് ഇതിലേക്ക് വന്നത്? നിങ്ങൾ വിധിയാണെന്ന് കരുതി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളെ ജീവിതം അങ്ങോട്ടും ദുരിതം തന്നെയായിരിക്കും. കാരണം ഇപ്പം ദുരിതമാണ് വിധി എന്ന് കരുതിയാൽ അങ്ങോട്ടും അത് തന്നെയാണ്. ഞാനീ പറഞ്ഞ പോലെ നമ്മൾ തോൽക്കുമെന്ന് വിചാരിച്ച് ആവർത്തന ചിന്തയാൽ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് നിന്നാൽ തോൽക്കുക തന്നെ ചെയ്യും. മറിച്ച് നമുക്ക് വിജയിക്കണം, നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവണം, നമുക്ക് നല്ലൊരു ട്രെയിനർ ആവണം. ഒരു 100 ആൾക്കാർ, 100-ൽ കൂടുതൽ, 1,00,000-ത്തിൽ പരം ആൾക്കാർ നമ്മളെ കേട്ട് ആവേശഭരിതരാകണം എന്ന് ചിന്തിച്ച് അതിനു വേണ്ടിയുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും നടത്തി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ വിധി. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. ഞാനും ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും, ഇപ്പൊ ട്രെയിനേഴ്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, വിധി എന്ന് ഉള്ളത് ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ തനിയെ സംഭവിക്കുന്നതല്ല, നമ്മൾ തന്നെ അത് സംഭവിപ്പിക്കുന്നതാണ്. നമ്മളുടെ ചിന്തകൾ, പ്രവർത്തികൾ, പ്രതികരണങ്ങൾ, ഇതാണ് വിധിയെ നിർണ്ണയിക്കുന്നത്. ചിന്തകൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യന്റെ തലച്ചോറിലൂടെ 60,000 മുതൽ 70,000 ചിന്തകളാണ് കടന്നു പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ 60,000 അല്ലെങ്കിൽ 70,000 ചിന്തകൾ എന്ന് പറയുന്നത് 12 ചിന്തകളുടെ ആവർത്തനമാണ്. ആവറേജ് 12 ചിന്തകളെ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഈ 60,000 പറയുന്നത് ഈ 12 ചിന്തകളെ തന്നെ റിപ്പീറ്റ് അടിച്ച് കാണുന്നതാണ് നമ്മുടെ ഈ 60,000 70,000 ചിന്തകൾ. അപ്പോൾ ഈ 12 ചിന്തകളെ 12 എണ്ണവും പോസിറ്റീവ് ആകണം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ ഒരു 8-10 ചിന്തകൾ നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെ നിശ്ചയ മാർക്കറ്റ്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. ഒരു എങ്ങനെ ഒരു മികച്ച ട്രെയിനർ ആകാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത കൊണ്ടുവരാൻ സാധിക്കും. ബാക്കി 2-3 പോട്ടെ, അത് നെഗറ്റീവ് ആയിക്കോട്ടെ, 2-3 നെഗറ്റീവ് ആയിക്കോട്ടെ. കാരണം നെഗറ്റീവ് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല, പക്ഷെ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവിലേക്ക് മാറ്റാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മോശമായിട്ട് കാര്യം സംഭവിച്ചാൽ, ഒരു തോൽവി സംഭവിച്ചാൽ നമുക്ക് അതിനെ ഒരു ലെസൺ ആയിട്ട് കാണാം, ഒരു പാഠം, നമുക്ക് ജീവിതത്തിൽ പഠിക്കേണ്ടിയിരുന്ന ഒരു പാഠം. ആ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കണ്ടാൽ മതി ആ ഒരു ചിന്തകൾ. പക്ഷെ ബാക്കിയുള്ള എല്ലാം, നിങ്ങൾ ഒരു ട്രെയിനർ ആകണം, നിങ്ങളുടെ നിശ്ചയ മാർക്കറ്റിലെ എക്സ്പേർട്ട് ആകണം, പോസിറ്റീവ് ആയിരിക്കണം, മറ്റുള്ളവർക്ക് സന്തോഷം പകരണം, ഇനിഷ്യേറ്റീവ് ആയിരിക്കണം. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. വിധി എഴുതപ്പെട്ടിട്ടുള്ളതല്ല. പലരും പറയുന്നത് വിധി എഴുതപ്പെട്ടിട്ടുള്ളതാണ്, അത് നേരത്തെ എഴുതി വച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. ചുമ്മാതാ. വിധി എങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ളത്? അത് ദിവസവും നമ്മൾ തന്നെ എഴുതുന്നതാണ്. നമ്മുടെ വിധി ദിവസവും നമ്മൾ തന്നെ എഴുതുന്നതാണ്. അതങ്ങനെ പ്രത്യേകിച്ച് എഴുതി വച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെയാണ് വിധി, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഇനി പറയൂ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം വിധിയാണോ? വിധി കാരണം സംഭവിക്കുന്നതാണോ ഈ ജീവിതത്തിലെല്ലാം നടക്കുന്നത്? അതോ നമ്മൾ തന്നെയാണോ, നമ്മളെ പ്രതികരണങ്ങളും ചിന്തകളും പ്രവൃത്തികളും ഒക്കെയാണോ ഈ വിധി നിർണ്ണയിക്കുന്നത്? നിങ്ങൾക്കിപ്പോ ഇതെല്ലാം കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ഒന്ന് പറയാമോ? ഹലോ അനസ് സാർ, സാറുണ്ടോ?
ഹലോ ഹലോ, കേൾക്കാമോ? ക്ലിയർ ആണോ? ഹലോ ഹലോ, കേൾക്കാം. സാർ ഒന്ന് പറയൂ. ഇപ്പൊ ഈ ഇത് സെക്ഷൻ കേട്ടതിന് ശേഷം എന്താണ് സാറിന് തോന്നുന്നത്? സാറിന്റെ ഒരു ഈ വിധിയെ കുറിച്ച് എന്ത് തോന്നുന്നു? സോറി, എനിക്ക് ആദ്യം തന്നെ പറയട്ടെ, അവസാനത്തെ കുറച്ച് സമയം ഡ്യൂട്ടിയിലായതിനാൽ കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് വോയിസും മറ്റിലേക്ക് വരാഞ്ഞത്. പക്ഷെ അതിന് മുമ്പ് ബാക്കിയുള്ള സെക്ഷൻസ് എല്ലാം കേട്ടു. വിധിയെപ്പറ്റി അബ്രാം സാർ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലേക്ക് നമ്മൾ ചിന്തിച്ചെടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരുപക്ഷെ പലരുടെയും ലൈഫിലേക്ക് ചിന്തിക്കുമ്പോൾ പലർക്കും മനസ്സിലാക്കാൻ സാധിക്കും, എന്റെ കല്യാണം തന്നെ ഒരു വിധിയായിരുന്നു, എനിക്ക് ഈ ഹസ്ബൻഡ് ചേർന്നതാണോ, അല്ലെ ഈ ഒരു ഭാര്യ എനിക്ക് ഉത്തമമായിട്ടുള്ളതായിരുന്നോ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് കിട്ടില്ലായിരുന്നോ. അതുപോലെ തന്നെ നമ്മുടെ ജോലി ആയാലും ശരി, നമ്മുടെ ജീവിതത്തിലെ പല പല സിറ്റുവേഷൻസും ഞാൻ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് മറ്റൊരു റിസൾട്ട് ആയിരുന്നല്ലോ എന്ന് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഇതുവരെയുള്ള സമയമെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരെല്ലാം പല പല ഏജ് ഗ്രൂപ്പ് ഉള്ളവരാണ്. അപ്പം നമ്മുടെ ഒരു ലൈഫ് കഴിഞ്ഞു. ഒരു ലൈഫ് കഴിഞ്ഞു എന്ന് മീൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത്, സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വിധി കഴിഞ്ഞു എന്ന് പറയാം. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റെപ്പുകൾ എടുക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്താലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്, നമ്മുടെ കരിയറിലായാലും ശരി, നമ്മുടെ ഫാമിലി ലൈഫിലായാലും ശരി, നമ്മൾ എവിടൊക്കെയാണോ, ഏത് സൊസൈറ്റിയിലാണോ ഇടപെടുന്നത്, ആ സൊസൈറ്റിയിലാണെങ്കിലും നമുക്ക് എങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. സാറ് ഫസ്റ്റ് സൂചിപ്പിച്ച പോലെ തന്നെ രാജാവിന്റെ കഥയെ പോലെ ഒരു വർഷം കഴിഞ്ഞിട്ട് തനിക്ക് ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ആ തുടക്കം സമയം തന്നെ പ്രിപ്പയർ ചെയ്ത പോലെ നമുക്ക് ഓരോ സ്റ്റെപ്പുകളും നമ്മുടെ ലൈഫിൽ മുന്നോട്ട് വെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന റിസൾട്ട് എന്താണെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്കുണ്ടാകുന്ന വിധിയെ മാറ്റി എഴുതി നല്ലൊരു വിധിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സാധിക്കുമെന്ന് ഇന്നത്തെ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്നു. നല്ലൊരു സെക്ഷൻസ് ആയിരുന്നു. സ്റ്റോറികളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് തന്നതും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നോട്ട് ചെയ്ത് എഴുതാം. നല്ലൊരു സെക്ഷൻസ് ആയിരുന്നു. ഓവറോൾ നല്ലൊരു എന്റർടൈൻമെന്റ് സെഷൻ ആയിരുന്നു സാറ് തന്നത്. താങ്ക് യു സാർ, താങ്ക് യു അനസ്. അതിലൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ പലപ്പോഴും നമുക്കൊരു മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. 21 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം, 21 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ വിധി മാറ്റി എഴുതാം. എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതല്ല, ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ തിയറി വരുന്നതാണ്, ബെഞ്ച് തിയറി ഉണ്ട്, 21 ഡേയ്സ്, 30, 60 ഡേയ്സ്. അത് സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ഗൈഡൻസ് ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്, അത് ഉറപ്പുവരാം. പക്ഷെ നമ്മുടെ പ്രവൃത്തിയാണ് അത്. നമ്മളിപ്പം നമുക്ക് എക്സസൈസ് ചെയ്യണം, രാവിലെ വ്യായാമം ചെയ്യണം. പക്ഷെ രാവിലെ കഴിക്കുമ്പോൾ മടിയാണ്. കാരണം പുതിയൊരു കാര്യം ചെയ്യാൻ നമ്മളെ ബ്രെയിൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് സത്യം. കാരണം നമുക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബ്രെയിനിന് അറിയാം ഒരു ദിവസം നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ചെയ്യുന്ന അറിയാം. അപ്പൊ അതിനുള്ള എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം നമ്മൾ പുതിയൊരു കാര്യം ചെയ്യാൻ വരുമ്പോൾ ബ്രെയിൻ അവിടെ കൂടുതൽ എനർജി വേണ്ടി വരും. അപ്പോൾ ബ്രെയിൻ മടിക്കും. അതാണ് നമുക്ക് ആ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. നമ്മൾ നാളെ രാവിലെ ഇത് എഴുതിക്കണം എന്ന് കരുതി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമുക്കറിയാം, അലാറം കേൾക്കുമ്പോൾ നമ്മൾ പറയും, ഇന്നിപ്പോ ജോലിക്കൊക്കെ പോകാനുള്ളതില്ലേ, കുറച്ചും കൂടെ കിടന്ന് ഉറങ്ങും. ചെയ്തും കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മൾ ഈ നേരത്തെ എണീക്കാതെ ഇങ്ങനെ ശീലിച്ച് വന്നതുകൊണ്ട് ബ്രെയിൻ അറിയാം ഇന്ന സമയത്താണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നേരത്തെ എണീക്കാൻ ശ്രമിക്കുമ്പോൾ ബ്രെയിൻ സമ്മതിക്കില്ല. ബ്രെയിൻ പറയും, ഇല്ല നമുക്ക് കുറച്ചുകൂടെ കിടക്കാം. കാരണം അതിന് കുറച്ച് എനർജി കൂടുതൽ ആവശ്യമാണ്. എന്ന് കരുതി ചെയ്യാൻ പറ്റില്ലെന്നല്ല. ഞാൻ ഈ പറഞ്ഞ 21 ഡേയ്സ് നമ്മൾ കൺസിസ്റ്റന്റ് ആയി ചെയ്യുമ്പോൾ ബ്രെയിന് മനസ്സിലാവും, ഇത് പാറ്റേൺ വേറെയാണ്, ഇനിയിപ്പം വേറെ രീതിയിലാണ്. കാരണം ഇനിയിപ്പോ രാവിലെ എണീക്കണം. 21 ദിവസം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ആദ്യം നല്ല റെസിസ്റ്റൻസ് ആയിരിക്കും. പക്ഷെ നമ്മൾ അങ്ങ് ഓരോ ദിവസം ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഈ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. കാരണം ഫസ്റ്റ് ഡേ നമുക്ക് എണീക്കാൻ പറ്റത്തില്ല. സെക്കൻഡ് ഡേ നമ്മൾ ചിലപ്പോൾ എണീക്കും, കുറച്ച് എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസത്തിനേക്കാളും കുറച്ച് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ശ്രദ്ധിച്ച് നോക്കി അറിയാം. മൂന്നാമത്തെ ദിവസം എണീക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എണീക്കാൻ. ചിലപ്പോൾ മുടങ്ങി പോകും. പക്ഷെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് 21 ദിവസം കൺസിസ്റ്റന്റ് ആയി ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് നല്ല കുറയും. പിന്നെ 21 ദിവസം കഴിയുമ്പോൾ നമ്മൾ ചാടി എണീക്കും. എന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ എണീക്കണം എന്ന് പറയുമ്പോൾ ബ്രെയിൻ ട്രിക്ക് അടിക്കും, എണീക്കണം, ചാടി എണീക്കും. അതാണ് ഇതിന്റെ ഒരു സയൻസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് മെസ്സേജ് 21 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ ജീവിത വിധി മാറ്റി എഴുതാം. അതൊക്കെ സത്യമാണ്. പിന്നെ അവരുടെ മെന്റർഷിപ്പ് കുറെ കൂടെ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ അത് അപ്ലൈ ചെയ്യാം. പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, നമുക്ക് ശ്രദ്ധിച്ചറിയാം. കാരണം ദിവസം നമ്മൾ ഡെയിലി കഴിക്കാനിരിക്കുമ്പോൾ പല പല സ്ഥലത്തിരുന്നാണോ കഴിക്കുന്നത്, ആഹാരം കഴിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കും. നമ്മൾ ഡെയിലി ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ പല പല സ്ഥലത്തിരുന്നാണോ വീട്ടിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ആഹാരം കഴിക്കുന്നത്.
അനെ സാർ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത്? നമ്മൾ ആഹാരം അല്ലെങ്കിൽ കഴിക്കുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. സെയിം ആയിരിക്കും, കറക്റ്റ്. അത് ഈ ബ്രെയിനിന്റെ കളിയാണ്. കാരണം ബ്രെയിനിന് അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക, നമ്മൾ ഇന്ന സ്ഥലത്താണ് ആഹാരം കഴിക്കാൻ ഇരിക്കുന്നത്. അത് മാറി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ എനർജി വേസ്റ്റ് ആവും. കാരണം ബ്രെയിൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പുതിയൊരു ആക്ടിവിറ്റിയാണ്. അപ്പൊ ബ്രെയിൻ ഇഷ്ടപ്പെടുന്നില്ല. ബ്രെയിൻ പറയും അത് വേണ്ട, നമുക്ക് ഇന്ന് ഈ സ്ഥലത്ത് തന്നെ, മുമ്പ് ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുക. പക്ഷെ നമ്മളൊരു 21 ദിവസം ഇങ്ങനെ മാറി മാറി ഇരുന്ന് കഴിഞ്ഞാൽ ബ്രെയിൻ മനസ്സിലാവും, ഇനിയിപ്പോ മാറി മാറി ഇരിക്കാൻ. നമ്മൾ പിന്നെ പിറ്റേ ദിവസം 21 ദിവസം കഴിഞ്ഞ് ഇരിക്കാൻ പോകുമ്പോൾ ഒന്നും പറയത്തില്ല. നമുക്ക് എവിടെ ഇരുന്നാലും ബ്രെയിൻ ഓക്കെയാണ്. നിങ്ങൾ എവിടെ വേണോ ഇരുന്നോ, ബ്രെയിൻ ഓക്കെയാണ്. അതുപോലെ പല്ല് തേക്കുമ്പോൾ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു കൈയിൽ ഡെയിലി യൂസ് ചെയ്യുന്ന പല്ല് തേക്കാനായിട്ട്, വലത്തെ കൈ മാത്രമായിട്ട്. പക്ഷെ നമ്മളൊരു ഇടത്തെ കൈയിൽ മാറ്റി യൂസ് ചെയ്ത് നോക്കും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പറ്റില്ല. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ ഇടത്തെ കൈ എടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി വലത്തെ കൈ ആവും. കാരണം അത് ശ്രമിക്കുമ്പം ബ്രെയിനിന് വിളി വരും, വേണ്ട അത് വേണ്ട, ഒത്തിരി പാടുള്ള പണിയാണ്, ഈ വലത്തെ കൈ പാടുള്ള, ഇടത്തെ കൈ പാടുള്ള പണിയാണ്. പക്ഷെ അത് നമ്മൾ ചെയ്ത് ശീലിച്ചാലേ അത് പിന്നെ ബ്രെയിൻ അതുമായിട്ട്, എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സയൻസായി 21 ദിവസം ചെയ്യുമ്പോൾ ഒരു ന്യൂ പാറ്റേൺ, ന്യൂറോൺ പാറ്റേൺ ക്രിയേറ്റ് ആകും. അപ്പൊ ബ്രെയിന് മനസ്സിലാവും, ഇനി ഈ കൈ കൊണ്ട് നമുക്ക് ചെയ്യാം, അങ്ങനെ മനസ്സിലാവും. അതാണ് പറയുന്നത്, നമുക്ക് ഈ ബ്രെയിനിനെ, ഈ വിധി എന്നൊക്കെ പറഞ്ഞാൽ ഇതാ, ഈ ബ്രെയിനിനെ നമുക്ക് മാറ്റാം. നമ്മൾ ഈ അലാവുദ്ദീനും അത്ഭുത വിളക്കും കഥ കേട്ടിട്ടില്ലേ? അതിലെ ഭൂതം അതാണ് നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും പോലെ കേൾക്കും, പക്ഷെ അല്ലെങ്കിൽ അത് നമ്മളെ ഭരിക്കും. അപ്പൊ നമ്മൾ ആ രീതിയിൽ ബ്രെയിനെ ട്യൂൺ ചെയ്യുക. ഇതൊക്കെയാണ് ഈ നമ്മളെ ലോ ഓഫ് അട്രാക്ഷൻ, ഇത് പറഞ്ഞ ബേസിക് സാധനങ്ങളാണ്. ബേസിക് ആയിട്ട് പറയുന്നത് ബ്രെയിൻ്റെ ഈ സംഭവമാണ്. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുന്നത്, കോൺഷ്യസ് മൈൻഡ് അതൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിന്റെ ഡീപ്പർ ലെവലിലായിട്ട്. ഇതിന്റെയൊക്കെ ബേസിക് സയൻസ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ള ഒരു സംശയം, ഷബീർ സർ ഉണ്ടോ? സാർ പറയും. സാർ ഒന്ന് പറയൂ സാർ. സാർ ഇത് അത്ഭുതം തന്നെയാണ് ഈ 21-30 days തിങ്കിങ്. നമ്മുടെ ബ്രെയിനിൽ കൊടുക്കുന്ന വിഷ്വലൈസേഷൻ അല്ലേ? അതെ അതെ. ഇപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ നമ്മളതിനെ എൻഡ് കണ്ടുകൊണ്ട്, അതായത് ആ വീടിന്റെ പാലുകാച്ചൽ കണ്ടുകൊണ്ട് വിഷ്വലൈസേഷൻ കൊടുത്താൽ അത് നടന്നിരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 21-30 daysന്റെ റിപ്പീറ്റ്, നമ്മൾ ചിന്തിക്കുന്നത് അത് റിപ്പീറ്റായി ചിന്തിക്കുന്നത് വേർഡ്സായി ആക്ഷനായി മാറുന്നു. അത് കറക്റ്റാണ് സാർ പറഞ്ഞത്. നമ്മൾ പോസിറ്റീവ് തിങ്കിങ്ങിനേക്കാളും പോസിബിലിറ്റി തിങ്കിങ് ആണ് വേണ്ടത് എന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും താങ്കളുടെ വിധിയെക്കുറിച്ചിട്ടുള്ള ക്ലാസ് അടിപൊളിയാണ്, സൂപ്പർ, ഗ്രേറ്റ്. താങ്ക് യു സാർ, താങ്ക് യു. ഷബീർ സാർ ഒരു പോയിന്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, വിഷ്വലൈസേഷൻ. അതെ, സാറ് പറഞ്ഞത് നമ്മുടെ വിധിയിൽ വരുന്ന ഒരു മെയിൻ പോയിന്റ് അത്. കാരണം നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന മെസ്സേജ് ആണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ ബ്രെയിനിന് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ബ്രെയിനിന് അല്ലെങ്കിൽ മനസ്സിന് മെസ്സേജ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗവും ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇമേജസ് ആണ്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് മെഡിറ്റേഷൻ, അഫർമേഷൻ, ഇതിലൊക്കെ നമ്മൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അത് ഇമേജസ് ആയിട്ട് വേണം ചിന്തിക്കാൻ എന്നുള്ളത്. പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അതിൽ വായിക്കുന്ന ഓരോ കാര്യങ്ങളും ഇമേജ് ആയിട്ടാണ് മനസ്സിൽ കാണുന്നത്. ശ്രദ്ധിച്ചു നോക്കി അറിയാം, നമ്മൾ പുസ്തകത്തിൽ ഒരു കഥ വായിക്കുമ്പോൾ അത് നമ്മളെ മനസ്സിൽ ഒരു ഇമേജ് ആയിട്ട് വരും. അത് തന്നെയാണ്. കാരണം മനസ്സ് അല്ലെങ്കിൽ ബ്രെയിൻ ഇമേജ് കാണാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഇമേജ് ആയിട്ട് കാണാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതിനാണ് വിഷ്വലൈസേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. കാരണം വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിനിന് മെസ്സേജ് കൊടുക്കുക, നമുക്ക് ഇങ്ങനെ ആവണം. ഇപ്പൊ ഷബീർ സാർ പറഞ്ഞ പോലെ ഒരു വീടിന്റെ പാലുകാച്ച് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ബ്രെയിൻ റെക്കോർഡ് ചെയ്യുന്ന അതാണ്, നടത്തണം, പാലുകാച്ച് നടത്തണം, വീട് എന്തായാലും ചെയ്യണം. അപ്പോൾ ബ്രെയിൻ അതിനു വേണ്ടി വർക്ക് ചെയ്യും. ഇപ്പൊ നമ്മൾ അഫർമേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലർ പറയുന്നുണ്ട് നമ്മളെ കയ്യിൽ പൈസയുണ്ട് എന്ന രീതിയിൽ അഫർമേഷൻ ചെയ്യണമെന്ന് പറയും. പക്ഷെ അത് ചിലയിടത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അത് അങ്ങനെയല്ല. കാരണം നമ്മൾ ഈ പൈസ ഉണ്ട് എന്ന് പറയുമ്പോൾ ബ്രെയിൻ തന്നെ ചിലപ്പോൾ നമ്മളോട് പറയും. അപ്പൊ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ബ്രെയിൻ തന്നെ ചോദിക്കും, ഇത് ഇല്ലാത്ത കാര്യം അല്ലേ പറയുന്നത് എന്ന് ചോദ്യം നമുക്ക് വരും. പക്ഷെ പറയുമ്പോൾ നമ്മൾ ഐ വിൽ, ഞാനത് ചെയ്യും, ഞാനത് നേടും. പക്ഷെ നമ്മളത് ഇമേജ് കാണുമ്പോൾ നമ്മളത് ആയി കഴിഞ്ഞിട്ടുള്ള ഇമേജ് വേണം കാണാം. നമ്മുടെ ബ്രെയിനിന് മെസ്സേജ് അങ്ങനെയാണ് കൊടുക്കുന്നത്, നമ്മൾ ആയിട്ടുണ്ടായിട്ട് നമ്മൾ ഇത്ര പണം സമ്പാദിച്ചിട്ടുണ്ട്, നമ്മൾ ഇത്രയും വീട് വെച്ചിട്ടുണ്ട്, നമ്മൾ ഈ ലെവലിൽ എത്തിയിട്ടുണ്ട്, ഒരു എക്സ്പെർട്ട് ട്രെയിനർ ആയിട്ടുണ്ട്. അപ്പൊ ബ്രെയിൻ അതാണ് റെക്കോർഡ് ചെയ്യുന്നത്, നമ്മൾ ആ ട്രെയിനറായി, നമ്മൾ എക്സ്പെർട്ട് ട്രെയിനറാണ്. അപ്പൊ ബ്രെയിൻ ആ രീതിയിൽ പ്രവർത്തിക്കും. ഒരു എക്സ്പെർട്ട് ട്രെയിനർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്
ആ രീതിയിലായിരിക്കും ബ്രെയിൻ മുന്നോട്ട് പോകുന്നത്. നമുക്കത് ഫീൽ ചെയ്ത് അറിയാൻ പറ്റും. ഞാനിപ്പോൾ അതങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പലപ്പോഴും ഞാൻ പല കാര്യം ഈ കണ്ടന്റ് ഒക്കെ റെഡിയാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിൽ കുറെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി വരാറുണ്ട്. ഇന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഇന്ന് ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഈ കഥയെ ഞാൻ കേട്ടിട്ടുള്ളത് മറ്റിടത്തുനിന്ന്, പക്ഷെ ഇതിന്റെ കൂടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എന്റെ ആഡ് ഓൺ ആണ്. കാരണം എന്റെ ബ്രെയിൻ എന്നോട് പറഞ്ഞതാണ്, ഒരു ട്രെയിനർ ആവുന്ന സ്ഥിതിക്ക് ഈ കാര്യം പറയണം, അവരോട് നീ പറയണം എന്ന് പറയുന്നതാണ്. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മൾ അങ്ങോട്ട് എക്സ്പെർട്ടൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ അത് മനസ്സിലാവും. കാരണം നമ്മൾ എത്രത്തോളം കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്രത്തോളം കൂടുതൽ ഇൻസൈറ്റ്സ് വരും നമുക്ക്. നമ്മൾ എങ്ങനെ ചെയ്യണം, ഏത് സ്റ്റൈലിൽ ട്രെയിൻ ചെയ്യണം. നമുക്ക് ഒരു നമ്മുടെ ഫേസ് സാർ പറഞ്ഞ പോലെ USP, യുണീക് സെല്ലിംഗ് പോയിന്റ്, അത് നമുക്ക് മനസ്സിലാവും. ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും അത് എന്താണെന്നുള്ളത്. അപ്പം ഷബീർ സാർ താങ്ക് യു, ആ ടോപ്പിക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചതിന് താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ആരെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കും. രണ്ടുപേരല്ലേ? ആരിപ്പം ഐഷ മാം. Actually, പറയൂ. our emotional energy has a powerful role in our life. Like it motivation and colors and our thoughts. It lets our actions towards the destiny we create. Yes, ma'am. And of course, it is the silent force that shapes our path too. Like Yes, what we ma'am. feel deeply becomes what we do, and what we do becomes our fate. Exactly, ma'am. എനിക്കത് സാർ പറയുമ്പോൾ നേരത്തെ പറയണമെന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു മാം. വളരെ നല്ല കാര്യമാണ്. താങ്ക് യു, വെരി താങ്ക് യു. അർച്ചന മാം, ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. റിയലി സോറി, എനിക്കിപ്പോ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പ്രശ്നമില്ല മാം, റെക്കോർഡിംഗ് ഉണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ആയല്ലോ, റെക്കോർഡിംഗ് കാണാമല്ലോ നമുക്ക്. തീർച്ചയായിട്ടും. ഇന്ന് സംസാരിച്ചത് വിധിയെ കുറിച്ചാണ്. ഇന്ററാക്ഷൻ, അതെ, സംസാരിച്ചത് നമ്മളിപ്പോ വിധിയെ കുറിച്ച് പറഞ്ഞു, കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു. ഇപ്പം വിചാരിച്ചതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റി, സന്തോഷമുണ്ട്. താങ്ക് യു മാം. ആരെങ്കിലും വേറെ ഒരു ടോക്കായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. പറയൂ, സംസാരിക്കും ആരെങ്കിലും ഒക്കെ ഓപ്പൺ ആയിട്ട്. ഞാൻ പറയുന്നത്, ഞാൻ ഹോസ്പിറ്റലിലാണുള്ളത്. കുറെ ഞാൻ കേട്ടു. ഞാന് വണ്ടിയിലിരുന്നപ്പോഴും ഞാൻ കേട്ടിരുന്നു. അപ്പോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ സാറിന്റെ എനർജി, ആദ്യം മുതലേ അവസാനം വരെയുള്ള ആ ഒരു എനർജി, നല്ലൊരു സത്യം പറഞ്ഞാല് നമ്മുടെ ഹൃദയത്തിലേക്ക് തറച്ചു എന്ന് വേണമെങ്കിൽ പറയാം വാക്കുകളൊക്കെ. പിന്നെ നമ്മുടെ അനസാറ് കുറെ കാര്യങ്ങൾ അവിടെ പങ്കുവച്ചിരുന്നു. അദ്ദേഹം ആ സ്റ്റോറിയൊക്കെ നന്നായിട്ട് ക്യാച്ച് ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്കിലൂടെ മനസ്സിലായി. താങ്ക് യു. അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്, മോനെയും കൊണ്ട് വന്നപ്പോ. എങ്കിലും ഞാൻ വണ്ടിയിൽ ഇരുന്നൊക്കെ കുറെ കേട്ടു. ഒരുപാട് കാര്യങ്ങൾ സാർ അതിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. ഫെയ്ത്ത്, സത്യത്തില് ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനം നമ്മളായിട്ട് സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കുന്നതാണ്, അല്ലേ? ദൈവം നമുക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന നമ്മുടെ പ്രതികരണം, പ്രവർത്തനങ്ങൾ, ചിന്തകൾ, ഇതൊക്കെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞത്. പക്ഷെ അത് ആർക്കും അറിയില്ല. ഈ ഫെയ്റ്റിനെ നമുക്ക് നമ്മുടെ ഈ പ്രോബ്ലത്തെ ഓവർകം ചെയ്യാനുള്ള ഒരു സ്ക്രിപ്റ്റ് നമ്മൾ മേക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ അവിടെ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ആ പ്രോബ്ലത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ പ്രോബ്ലത്തിൽ നിന്ന് കരകയറുമ്പോഴാണ് ശരിക്കുള്ള ഒരു ഡെസ്റ്റിനിയിലേക്ക് നമ്മുടെ ശരിക്കുള്ള ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഉറപ്പായിട്ടും അത് നമ്മൾ ഈ കംഫർട്ട് സോണിൽ ഇരിക്കുന്നുണ്ട്. അതെ, ആ കംഫർട്ട് സോൺ പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പുറത്തേക്ക് വരുമ്പോഴാണ് അതെ ആ വിധി മാറ്റിയെഴുതാൻ സാധിക്കുന്നത്. യെസ്. എനിവേ, നല്ല ക്ലാസ് ആയിരുന്നു. അതുപോലെ നമുക്ക് ഇൻട്രോ പറഞ്ഞ ഷബീർ സാറ് നന്നായിട്ട് ഇൻട്രോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷബീർ സാർ നമ്മുടെ ചന്ദ്രാപിന്നിയില് നമ്മുടെ ഓഫീസിൽ, വിമ്പിളിന്റെ ഓഫീസിൽ ലൈവായിട്ട് ഒരു ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്, പബ്ലിക് സ്പീക്കിംഗ്. നല്ല രീതിയിൽ അത് റൺ ചെയ്തു. അവർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കുട്ടികൾ അവിടെ എത്തുകയും നല്ല ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു ഷബീർ സാർ. അതുപോലെ തന്നെ അടുത്തൊരു ബാച്ചും കൂടി റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിമ്പിൾ അക്കാഡമിയുടെ ഓരോ ട്രെയിനേഴ്സും
ഇതിലേക്ക് വന്ന് ആ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും അവരുടെ ആ യുണീക്നെസ് കുറെ കൂടി പോളിഷ്ഡ് ആക്കിക്കൊണ്ട് എല്ലാവരും മുന്നേറുകയാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ, ഒന്ന് ഉണരാൻ തയ്യാറായാൽ, വിളിക്കുമ്പോൾ ഒന്ന് ഉണരാൻ തയ്യാറായാൽ വിംബിൾ അക്കാഡമിയുടെ ആ ഒരു കോഴ്സിലൂടെ നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു നല്ലൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനർ ആകാൻ എല്ലാവർക്കും സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഫീഡ്ബാക്കുകളും മറ്റും നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാം. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. അപ്പൊ അതില് നിങ്ങളുടെ സാറിന്റെ കോഴ്സിന്റെ ആ ഒരു ഇപ്പോഴത്തെ ഈ വെബിനാറിന്റെയും ഫീഡ്ബാക്കുകളും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ സന്തോഷങ്ങൾ അറിയിക്കണം. അതുപോലെ ഈ ഒരു കോഴ്സിലുടനീളം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വിംബിളിന്റെ ഭാഗത്തു നിന്നും എൻ്റെ ഒരു ഫാക്കൽറ്റി എന്ന നിലയിൽ ഞാനും നിങ്ങളോട് നന്ദി പറയാണ്. അതുപോലെ നമുക്ക് ക്ലാസ് എടുത്ത സാറിനും അഭിരാം സാറ് എൻ്റെ തന്നെ ജില്ലക്കാരനാണ്, ഞങ്ങൾ തിരുവനന്തപുരംകാരാണ്. പിന്നെ നമ്മുടെ സാറ് നമുക്ക് ഇൻട്രോ പറഞ്ഞ ഷബീർ സാറും അതുപോലെ ഇതില് ഇതുവരെ സ്റ്റിക്ക് ഓൺ ചെയ്ത, ഇതുവരെ കേട്ടിരുന്ന, ക്ഷമയോടെ കേട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഞാൻ വിംബിളിന്റെ ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ വിംബിളിന്റെ ഒരു ഫാക്കൽറ്റി എന്ന നിലയിൽ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാം. തീരുന്നതിന് മുമ്പ്, സമാപിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഇടം ചെയ്യാം. അഭിരാം സാർ വളരെ മനോഹരമായി. താങ്ക് യു സർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പലപ്പോഴും മലയാളത്തിൽ നമുക്ക് വിധി എന്ന് നമ്മൾ പൊതുവെ പറയുമെങ്കിലും ഇംഗ്ലീഷിൽ നമുക്ക് രണ്ട് പ്രത്യേക വാക്കുകളുണ്ട്, ഫെയ്റ്റ് ആൻഡ് ഡെസ്റ്റിനി. വി ആർ അവർ ഓൺ ഡെസ്റ്റിനി മേക്കേഴ്സ് എന്ന് നമുക്ക് പറയാം. അപ്പൊ തന്നെ ഡെസ്റ്റിനി എന്ന് പറയുന്നതിന് നമുക്ക് വിധി എന്നുള്ളതിനെ മാറ്റിമറിക്കാൻ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യും. വിധിയിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ എയ്റോപ്ലെയിൻ മാത്രമേ ഉണ്ടാകുമായിരുന്നു, പാരച്യൂട്ട് ഉണ്ടാകുമായിരുന്നില്ല. അപ്പം എന്നെങ്കിലും എയ്റോപ്ലെയിൻ തകരാൻ സാധ്യതയുണ്ടെന്നും അത് പെസിമിസ്റ്റിക് ആണെങ്കിൽ പോലും ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ പാരച്യൂട്ട് വേണമെന്ന് കണ്ടുപിടിക്കുന്നത് വിധിയെ മാറ്റിമറിക്കാം എന്ന് വിചാരിച്ച ആളുകളാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിധി എന്തായാലും അതിനെ എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് ഈ വിധിയെ മറികടക്കാനുള്ള വഴികൾ നാം കണ്ടെത്തുന്നത്. അപ്പൊ സാറിന്റെ ഒരു ലൈൻ, ഒരു മോട്ടിവേഷൻ ലെവലില് ഈ വിധി എന്ന് പറയുന്നതിനെ എങ്ങനെ മറികടക്കുകയും നമ്മുടെ ജീവിതത്തിൽ വിജയം കാണാൻ ഏത് വഴികളിലൂടെ യാത്ര ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവാണ് കൊടുക്കുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് ഒരു ചെറിയ കാര്യം ഇതിലെന്ന് പറഞ്ഞാൽ, ഈ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ യോഗം അല്ലെങ്കിൽ പിന്നെ എന്ന് പറയുന്നില്ലേ, പല രൂപത്തിൽ പല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സാറിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സാറിന്റെ കാറിന്റെ മേലൊരു ചക്ക വീണാൽ അത് നമുക്ക് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ അല്ലെ. അതിന് അങ്ങനത്തെ കാര്യങ്ങളിൽ ചിലപ്പോ എന്താ പറയാ, ഈ വിധി എന്ന രീതി ആളുകൾ പറയുന്നുണ്ടാകാം. നമ്മളുടെ കൺട്രോളിൽ വരാത്ത ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു അധീനതയും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ സംഭവിച്ചേക്കാം എന്നുള്ള കാഴ്ചപ്പാടാണ് പലപ്പോഴും ഈ വിധി എന്നുള്ള പദം ഫെയ്റ്റിനെയും മാറ്റി വ്യവച്ഛേദിച്ച് ആൾക്കാർ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതും മറികടക്കാനുള്ള വഴികളെ കുറിച്ചാണ് നമ്മളിപ്പോ ആധുനിക ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാനും മുൻകൂട്ടി കാണാനുള്ള കഴിവുകളിലേക്ക് ഒരു സമൂഹത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്നതിൽ കൂടി ചിന്തിക്കുകയാണ്. അപ്പോഴാണ് വിധിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് വിധിയെ മറികടക്കാനുള്ള വഴികളെ കുറിച്ച് നാം ആലോചിക്കുന്നത്. ആ തരത്തിലൂടെ നമ്മുടെ ചിന്തകൾ കൂടുതൽ വ്യാപകമായി പ്രസരിക്കട്ടെ. വഴിയിലേക്ക് താങ്കൾ സാറ് ഒരു വഴിമരുന്നിട്ടത് ഒരു സംസാരിച്ചതിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു സാർ. ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ സാർ പറയൂ. ശരി സാർ പറയൂ. അഭിരാം സാർ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴേ, നമ്മള് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ വിധിയെ മാറ്റി എഴുതാം. ആ മാറ്റി എഴുതാം എന്നുള്ളത് തന്നെ നമ്മുടെ പേന നമുക്കൊരു, എനിക്ക് തോന്നുന്നത് അത് വലിയൊരു പവറാണ്. ആ മാറ്റി എഴുതാം, അത് നമ്മൾ എഴുതണം. അതായത് നമ്മൾ പേന കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അത് പേന കൊണ്ട് എഴുതണം. ആ വാക്കിൽ ഇപ്പൊ സാറ് പറഞ്ഞ വേഴ്സിൽ അതുണ്ട്. അപ്പൊ എഴുതുന്നത് ചിന്തയായും ചിന്തിക്കുന്നത് യാഥാർത്ഥ്യമാകും. അപ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഭയങ്കര എഫക്റ്റീവ് ആണ്. അപ്പോ പേനയ്ക്ക് നമ്മുടെ ലൈഫിൽ ഭയങ്കര പവർ ഉണ്ട്.
സാർ പറഞ്ഞ വാക്കുകൾ ഞാൻ ചിന്തിച്ചപ്പോൾ വിധിയെ മാറ്റി എഴുതാം എന്ന് പറഞ്ഞ് നമ്മളത് ആക്ഷനിൽ കൊണ്ടുവന്നാൽ അത് പവർഫുൾ തന്നെയായിരിക്കും. നമ്മുടെ പേന അതിന് പറ്റിയ ഒരു ഇതാണ്. എഴുത്ത് വലിയൊരു സംഭവമാണ്. എഴുതുന്നത് ചിന്തയാവും, ചിന്തിക്കുന്നത് യാഥാർത്ഥ്യമാണ്. താങ്ക് യു സർ. യാഥാർത്ഥ്യമാണ്. അതുപോലെയാണ് സാർ, അതുപോലെയാണ് ഇമ്പോർട്ടൻസ്. വിഷൻ ബോർഡ് എന്ന് പറയും, നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് വിഷൻ ബോർഡ്. നമ്മളൊരു 5 വർഷത്തിനപ്പുറം എന്താകും എന്നത് പിക്ചറൈസ് ചെയ്ത് നമ്മൾ നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്ഥലത്ത്, അതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം വിഷൻ ബോർഡൊക്കെ നമ്മൾ ഡെയിലി ഇമേജസ് ആയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് വരുമ്പോൾ അത് റെക്കോർഡ് ആവാൻ, അതാണ് ഈ വിഷൻ ബോർഡിന്റെയൊക്കെ സയൻസ് എല്ലാവരും ചെയ്യാൻ പറയുന്നത്. കാരണം അത് നമ്മൾ ഇങ്ങനെ കണ്ടു, അല്ലെങ്കിൽ മൊബൈലിൽ വാൾപേപ്പർ നമുക്ക് എത്ര പൈസയുടെ പണത്തിന്റെ പൈസയുടെ ആ നോട്ടിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മൾ ട്രെയിനറായിട്ട് നിൽക്കുന്ന മറ്റേ കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, അതൊക്കെ നമ്മൾ വാൾപേപ്പർ ഇടുമ്പോൾ വിഷൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് ചിന്തിക്കും, അതിനു വേണ്ടി പ്രവർത്തിക്കും. ഈ വിഷൻ ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആണ്. അതൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു 5 വർഷത്തിനപ്പുറം 3 വർഷത്തിനപ്പുറം എന്താകും എന്ന രീതിയിൽ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. വളരെ എഫക്റ്റീവ്. അത് ഉറപ്പായിട്ടും ഒരു നല്ലൊരു ചേഞ്ച് കൊണ്ടുവരും. നേരത്തെ മുരളി സാറ് പറഞ്ഞ ആ ഒരു പോയിന്റ്, ഇപ്പം നമ്മള് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ലോവർ ക്ലാസ് ഫാമിലി, സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്ന ഒരു ഫാമിലി ജനിക്കുക എന്നുള്ളത് ഔട്ട് ഓഫ് അവർ കൺട്രോൾ, നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമില്ല. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ ഫെയ്റ്റ് എന്ന് പറയാം. ദാറ്റ് ഈസ് അവർ ഫെയ്റ്റ്. പക്ഷേ നമ്മൾ നല്ല വിദ്യാഭ്യാസം നേടി അല്ലെങ്കിൽ നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരാളാവുക എന്ന് പറയുന്നതാണ് അവരുടെ ഡെസ്റ്റിനി, നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അപ്പം ആ ഫെയ്റ്റ് നമ്മുടെ കൺട്രോളിലല്ല, നമുക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്. പക്ഷെ ഡെസ്റ്റിനി ഈസ് ഇൻ അവർ കൺട്രോൾ. നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മൾ ആ മിഡിൽ ക്ലാസ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ലോവർ ക്ലാസ് ആയിട്ട് തന്നെ ജീവിക്കണോ. ഐ മീൻ ക്ലാസ് ഞാൻ ഉദ്ദേശിച്ചത് സമ്പത്തിന്റെ കാര്യത്തിലാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അത് കണ്ടിന്യൂ ചെയ്യണോ, നമ്മുടെ ആൻസെസ്ട്രി അതുപോലെ കണ്ടിന്യൂ ചെയ്യണോ. ഈ സിനിമയിലൊക്കെ നായകന്മാർ പറയുന്ന ഒരു ഇതില്ലേ, ഒരാൾ ജനിക്കും, അയാളാണ് ആ ഫാമിലിയുടെ മൊത്തം ഹിസ്റ്ററിനെ മാറ്റി എഴുതുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മാറ്റി എഴുതുന്ന ഒരാളാവണോ വേണ്ടി എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ദാറ്റ് ഈസ് അവർ ഡെസ്റ്റിനി. പിന്നെ രണ്ടാമത്തെ, എനിക്ക് നമ്മൾ ഈ വാക്ക് ചില സമയത്തൊക്കെ ഉപയോഗിക്കുക എങ്ങനെ വെച്ചാൽ, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളെ എന്താ പറയാ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതാണ്, നമ്മുടെ കുറ്റമല്ല അത് റിസൾട്ട് കിട്ടാൻ, നമ്മൾ എഫേർട്ട് ഇടാത്തത് കൊണ്ടല്ല എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുക, അല്ലേ? അതെന്റെ പ്രശ്നമല്ല, അതെന്റെ കുറ്റമല്ല, അത് എന്റെ വിധിയാണ്. അപ്പം അത് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുരളി സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഷംസ് സാർ പറഞ്ഞത്, ചില കാര്യങ്ങളൊക്കെ ഔട്ട് ഓഫ് അവർ കൺട്രോൾ ആണ്. വി കാൻ ഡു എനിത്തിങ് വിത്ത് ദാറ്റ്. പക്ഷെ നമ്മളെ കൺട്രോളിലുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനിയെ തന്നെ മാറ്റാൻ പറ്റും. താങ്ക് യു സർ, നല്ല സെഷൻ ആയിരുന്നു. സാർ പറഞ്ഞില്ലേ, അല്ലേ അബ്ദുൾ റഫ് സർ പറഞ്ഞില്ലേ, നമ്മള് എന്തെങ്കിലും നേടിയെടുത്തു കഴിയുമ്പോൾ അത് നമ്മുടെ എഫേർട്ടും, നമുക്ക് നേടിയെടുക്കാൻ പറ്റാതാവുമ്പോ അത് ഫേറ്റും. എന്റെ വൈഫ് എപ്പോഴും വൈഫ് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, മക്കൾ എന്തെങ്കിലും നല്ലത് ചെയ്താല് അത് ഇൻലോസ്, അതായത് ഗ്രാൻഡ് പാരന്റ്സിന്റെ ക്വാളിറ്റി. മക്കൾ എന്തേലും, അല്ലെങ്കിൽ ചിലപ്പം അവരെ നേരെ തിരിച്ചാട്ടോ പറയാം, അവന്റെ മോനായത് കൊണ്ടാണെന്നാണ് പറയാ. ഓക്കെ, മക്കൾ എന്തെങ്കിലും മോശം ചെയ്താല് അത് അവളുടെ മോനായത് കൊണ്ടാണ്. അത് വീട്ടില് നമ്മളോടും പറയില്ലേ, ഹസ്ബൻഡ് പറയും, നല്ല മാർക്കൊക്കെ കിട്ടി, നല്ല റാങ്ക് ഒക്കെ കിട്ടി, എന്തും കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്നെ പോലെയാണ്, മണ്ടത്തരങ്ങൾ എന്തെങ്കിലും കാണിച്ചു ഞാൻ എന്നെ പോലെയാണ്. എനിക്ക് തോന്നുന്നു അതിലെല്ലാവരും യോജിക്കും ആ ഒരു സെയിമില്. അതുപോലെ തന്നെയാണ് ഈ ഡെസ്റ്റിനിയുടെ കാര്യം. നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിച്ചാൽ നമ്മുടെ എഫേർട്ടിന്റെ റിസൾട്ട്, മോശം സംഭവിച്ചാൽ അത് നമ്മുടെ വിധിയാണ്. അതിലൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. പിള്ളേര് മാർക്ക് വളരെ മോശമായ മാർക്ക് കൊണ്ടുവരുമ്പോ പറയും അത് സർപ്രൈസ് ടെസ്റ്റ് ആയിരുന്നു, അല്ലെ? അത് സർപ്രൈസ് ടെസ്റ്റ് ആയിരുന്നു. അതേസമയം നല്ല മാർക്ക് കിട്ടുന്ന ഒരു പരീക്ഷ ആണെങ്കിൽ പറയുമ്പോൾ ഞാൻ 2-3 പ്രാവശ്യം റിവൈസ് ചെയ്തതുകൊണ്ടാണ്. അപ്പൊ കുട്ടികൾ പോലും ഈ ഒരു ടാൻഡ്രം ഉപയോഗിക്കുന്നുണ്ട്, നമ്മളടക്കം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വേണം, ഒരു പോയിന്റ് ചെയ്യാനായിട്ട്, ആരെങ്കിലുമൊക്കെ നമുക്ക് പോയിന്റ് ചെയ്യണം. അപ്പം ഒരു സ്പെസിഫിക് പേഴ്സൺ ഇല്ല നമുക്ക് പോയിന്റ് ചെയ്യാനായിട്ട് എന്നുള്ള ആ സമയത്താണ് നമ്മൾ ഈ വിധിയിൽ കൊണ്ടങ്ങ് തള്ളും. ഓക്കെ, ദിസ് ഈസ് യുവർ പ്രോബ്ലം എന്നും പറഞ്ഞിട്ട്. താങ്ക് യു. അതെ, താങ്ക് യു, ശരിയാ.
ഇപ്പോൾ വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? സംസാരിച്ചോളൂ. ആഡ് ഓൺ ചെയ്യാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, അല്ലേ ജാസ്മിൻ മാം? വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ടേണേഴ്സ് സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. എനിക്ക് ഈ അവസരം തന്ന ഫൈസൽ സാർ, ജാസ്മിൻ മാം, ഇതിലുള്ള ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. ഇനിയും ഇതുപോലുള്ള സെക്ഷൻസിൽ ഞാൻ പങ്കെടുത്ത് ഇതുപോലുള്ള സബ്ജക്റ്റുമായിട്ട് വരുന്നു. ബാക്കി നിങ്ങളെ എല്ലാവരുടെയും സെക്ഷൻസിലും പങ്കെടുക്കണമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരും നല്ലൊരു ട്രെയിനറുമായിട്ട് ഉയർന്നു വരട്ടെ. താങ്ക് യു ഓൾ.